വീഡിയോ തുടങ്ങുന്ന പറയുവാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. വെള്ളം പോണ്ടാ പണി പാളി ഗൈസ്. ഇത് പ്രസ്റ്റീജിന്റെ ഓറഞ്ച് വെള്ളം. മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി മൊത്തത്തിലൊരു ആൽക്കഹോളിക് വൈബ് അല്ലേ ക്ലൈമറ്റ് ഒക്കെ നോക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു വള്ളമുണ്ട്. നമ്മൾ കുറച്ച് കൂട്ടുകാർ ചേർന്ന് അതിൽ പോയിട്ട് കുക്കിങ്ങും അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ ഫുള്ള് വെള്ളമായിരുന്നു. നമ്മൾ സിനിമ വെള്ളം കോരി കളയുക. 1 കിലോ ഇല്ല, 1 കിലോ ഇല്ലാതെ പറഞ്ഞ ഇതാണ്. കണ്ടില്ല കപ്പ കപ്പ നമ്മളങ്ങനെ പൊളിക്കുകയാണ്. 3 കിലോ കപ്പ മേടിച്ചിട്ടുണ്ട്. 3 കിലോ 2 കിലോ കപ്പ. സത്യത്തിൽ 2 കിലോ 1/2 കിലോ കപ്പ. നമ്മളിത് 7 പേര് എത്തിയിട്ടുണ്ട്. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം നമ്മുടെ ഇന്നത്തെ പരിപാടി. എല്ലാവരും പല പല തിരക്കിലാണ്. സിനിമ കപ്പ എറിഞ്ഞോണ്ടിരിക്കുകയാണ്. തന്നെ ഇതാണ് നമ്മുടെ ആസിഫ്. ഇത് നമ്മുടെ വള്ളത്തിന്റെ മുതലാളി ഉണ്ണിക്കുട്ടൻ ഇരിപ്പുണ്ട്. വള്ളത്തിന്റെ മുതലാളി ചേട്ടാ ഉണ്ണിക്കുട്ടൻ. ടോറസിന്റെ ഡ്രൈവർ ഏട്ടാ. രഞ്ജിത്തെണ്ണം വരുന്നുണ്ട്. വള്ളം നമ്മൾ കെട്ടി വെക്കും കേട്ടോ. നമ്മളെ വള്ളം സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇടക്കാണ് കിടന്നത്. നമ്മൾ അവിടുന്ന് ഇപ്പം പോകാനുള്ള എളുപ്പത്തിന് ഇങ്ങോട്ട് മാറ്റി ഇപ്പുറത്തോട്ട് ഇട്ടേ. വള്ളം പോണ്ടാ പിടിക്കട. സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ കണ്ണാപ്പി എല്ലാവരും ഉണ്ട്. ആസിഫും ഉണ്ട്. വള്ളം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം. അടിപൊളി വീഡിയോയാണ്. കുറച്ച് പേരൊക്കെ ഉണ്ട് അതിന്റെ മുകളിൽ. നമ്മൾ അതിന്റെ താഴെ കൂടെ പോവുകയാണ്. നോക്കിയേ ഗൈസ്, അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് സാധനം നോക്കിയേ. വരുന്ന വഴിക്ക് നമ്മുടെ 2 കൂട്ടുകാരെ കണ്ടിട്ടുണ്ട്. അടുപ്പിച്ചിട്ടുണ്ട് വെള്ളം. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട്. ഒരു സാധനം ഒഴിച്ച് ഉപ്പ് മാത്രം മേടിച്ചിട്ടില്ല. കടലിൽ വെള്ളം കോരി ഒഴിച്ചാൽ മതി നട പറയുന്നത്. കപ്പ ഒഴുങ്ങാൻ നമ്മളങ്ങനെ അവിടെ കാണുന്നൊരു വീട്ടിൽ ഉപ്പ് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി അവിടെ ഇപ്പം ഉണ്ട്. ചേച്ചിക്ക് ഉപ്പ് എന്തിനാന്ന് ചോദിക്കുന്നത്. ചേച്ചി നമ്മളെ പറ്റിച്ച് ഗൈസ്, ഉപ്പ് തന്നില്ല. അങ്ങനെ നമ്മളിത് പിന്നെ വിടുവാണ് ഗൈസ്. ഇതേ കാണുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതാണ് NDPC. അവരിത് പോയിട്ടുണ്ട്, വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപ്പും കിട്ടണം നമുക്ക്, എന്നാലേ നമുക്ക് പാചകം നടക്കത്തുള്ളൂ. ഇന്നത്തെ 2 ആളുകൾ ഉപ്പും എണ്ണയും മേടിക്കാൻ പോയിട്ട് കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മൾ ചിക്കൻ മേടിക്കൊണ്ടിരിക്കും. സിനിമ രഞ്ജിതനും കൂടെ ഉപ്പും എണ്ണയും വേണ്ടി മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എന്തായെന്നറിയത്തില്ല. അല്ല നമുക്ക് ചോറെന്താ? കപ്പ എന്തിനാ പിന്നെ? ചോറ് കഴിക്കാൻ പാത്രം എന്താന്ന് ചോദിച്ചു. വീട്ടിലെ ഓർമ്മയൊക്കെ മേടിച്ചു അല്ലേ? ഞാൻ പറഞ്ഞ കടുക് മേടിച്ച ഇഞ്ചി മേടിച്ച. ഞാൻ ഇവിടുന്ന് പോയ രഞ്ജിത്ത് ബുദ്ധി കൂടി പോയതാണ്. മറ്റേ ബുദ്ധി ഇല്ലാത്തതാണ്. എവിടെ എണ്ണയാണോ ഇത്? എണ്ണയാണ്. എന്റെ ദൈവം തിരു ശിഷ്യല്ല.
ഇത് തന്നെ വേണം. മതിരാ മതിരാ മതിരാ. പണി പാളി ഗൈസ്. നമ്മൾ പരിപാടിയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു മഴ വന്നത്. കപ്പ റെഡിയായി, ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്നായിരുന്നു മഴ വന്നത്. നമ്മളിപ്പോൾ ഒന്ന് ഒതുക്കുമല്ല. ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കാതെ ഒരു മഴയും പെയ്തോരാറില്ല. മഴ പന്തലിന് താഴെ വാ, ഇടനെഞ്ചിലൊരു താളം താ, മനസ്സറിയാ കാലം കണ്ണാടിയായി മുന്നാടി മോഹങ്ങളാകെ പെയ്യുന്നു പുതുനിറമാ.